നടിയുടെ ലൈംഗികാരോപണ പരാതിയിൽ മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയും കേസെടുത്തു. ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസും മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസുമാണ് കേസെടുത്തത്. ഇരുവർക്കുമെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. മുകേഷ് MLA-ക്കെതിരെയും നടൻ ജയസൂര്യക്കെതിരെയും പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന പരാതിക്കാരെ ആവശ്യപ്പെട്ടു. രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായതോടെ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിന് കൂടുതൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിലാണ് അധിക സുരക്ഷ. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ അധികാരം ഇരിക്കരുതെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി അതിലിരിക്കുന്നതിലൊരു പ്രസക്തിയില്ല പുള്ളിക്കാരൻ. ഇത്രയും പുള്ളിയുടെ കാര്യമാണ് വെച്ചാൽ ഒരു സ്ത്രീ ഒരു കള്ളം പറഞ്ഞു നമുക്ക് ഒരു ആരോപണമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ മാത്രമല്ല, എത്ര പേരാണ് അദ്ദേഹത്തിൻ്റെ അതേ. അപ്പം പുള്ളിക്കാരൻ്റെ ഇതാണ് ഒരു റെഗുലറായിട്ട് പുള്ളിയുടെ ഹോബി ആയിരിക്കാം. അപ്പോൾ അത് ഒരു പൊയ്മുഖം വെച്ചിട്ട് ഒരു മാസ്ക് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ പുള്ളി ആ സ്ഥാനത്തിരിക്കുന്നത് MLA. പൊയ്മുഖക്കാരൻ നമുക്ക് ആവശ്യമാണ് ജനങ്ങൾക്ക്, അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്കോ നമുക്ക് എന്ത് ഒരു സുരക്ഷയാണ് അവിടെ ഉള്ളത് പുള്ളിക്കാരൻ്റെ അടുത്ത്. അപ്പോൾ ഒരിക്കലും എനിക്ക് പറയാനുള്ളത് ഹീസ് നോട്ട് ആപ്റ്റ് ആൻഡ് ഹീസ് നോട്ട് വർത്ത് ഫോർ MLA. കൊച്ചിയിലെ വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രമുഖ നടന്മാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മുകേഷ് MLA-ക്കെതിരെ, ഇടവേള ബാബുവിനെതിരെ, ഒപ്പം ജയസൂര്യക്കെതിരെയും ഒക്കെയും കേസെടുത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതി നൽകിയ നടിയും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്? KP സുരേഷ് കഴിഞ്ഞ 26-ാം തീയതിയാണ് മുകേഷ് ഉൾപ്പെടെ സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെ നടി ആരോപണം ഉന്നയിച്ചത്. തുടർന്ന് ഇന്നലെ രാത്രി ഏറെ വൈകി, രാത്രി 11 വരെ വിശദമായ മൊഴിയെടുക്കലും പ്രത്യേക അന്വേഷണ സംഘം നടത്തുകയും ചെയ്തിരുന്നു. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ കൃത്യമായി വിശദമായ മൊഴിയാണ് പരാതിക്കാരി നൽകിയിരിക്കുന്നത്. വിശദമായ തെളിവുകളും നൽകാൻ തയ്യാറാണെന്ന പരാതിക്കാരി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുമുണ്ട്. 2008, 2013 കാലഘട്ടത്തിലാണ് ഈ സംഭവത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത്. 4 നടന്മാർ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, കോൺഗ്രസിന്റെ ലീഗൽ സംഘടനയുടെ നേതാവായിരുന്ന ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായിരുന്ന നോബൽ, മിച്ചു, 2 പേർ, ഇങ്ങനെ 7 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. മുകേഷ് MLA ലൈംഗിക ചുവയോടുകൂടി തന്നെ അതിക്രമിച്ച് കടന്ന് ആക്രമിക്കുകയും തുടർന്ന് തനിക്ക് കീഴ്പ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത്, കേസെടുത്തിരിക്കുന്നത്. 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ നോബൽ, വിച്ചു എന്നിവർക്കെതിരെയും കേസുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ ലീഗൽ അസോസിയേഷന്റെ നേതാവായിരുന്ന ചന്ദ്രശേഖരനെതിരെയും കേസ് എടുത്തിരിക്കുന്നു. 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. 7 പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കൽ, IPC 376(1) ബലാത്സംഗ കുറ്റം, IPC 354 ബലപ്രയോഗം, IPC 452 അതിക്രമിച്ചു കടക്കൽ തുടങ്ങി ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ മുകേഷ് MLA-ക്കെതിരെയും ചുമത്തിയിട്ടുണ്ട്. ഇവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതിക്കാരി ഇവർ പറയുന്നത് മുകേഷ് ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല, യോഗ്യനല്ല, അദ്ദേഹം തന്നെ തീരുമാനിച്ച് അദ്ദേഹം തന്നെ മാറണം. പൊയ്മുഖമാണ് മുകേഷിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആരോപണങ്ങൾ നേരിട്ട ആളാണ് വ്യക്തി ജീവിതത്തിലും മുകേഷ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊയ്മുഖമുള്ള ഒരാൾ ഈ MLA സ്ഥാനത്ത് ജനപ്രതിനിധിയായി ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് പരാതിക്കാരി പ്രതികരിച്ചിരിക്കുന്നത്. അതായത് മിഥുൻ, ഈ പരാതിയുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നടിയുടെ തീരുമാനം. ഏത് തരത്തിലായി കഴിഞ്ഞാലും ഏത് സമ്മർദ്ദങ്ങൾക്കും വഴങ്ങില്ല. ഒപ്പം MLA സ്ഥാനം കൃത്യമായ രീതിയിൽ ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് രാജിവെക്കണം എന്നുള്ള ഒരു ഉറച്ച നിലപാട് തന്നെയാണ് അവ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? KP അവർ ആവർത്തിക്കുകയാണ്, മുകേഷ് രാജിവെക്കണം, മുകേഷ് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ മുകേഷിനെതിരെ ഉയർന്നതാണ്. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ പലതവണ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരാൾ, സ്ത്രീത്വത്തെ വില കൽപ്പിക്കാത്ത ഒരാൾ ആ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ള പ്രതികരണമാണ് ഈ പരാതിക്കാരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ 2008-13 കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ 11 വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് പരാതി നൽകുന്നു എന്നുള്ള ഒരു ചോദ്യവും ഇവർക്ക് ഉണ്ടായി. അവർ പറയുന്ന മറുപടി, ഈ കാലഘട്ടത്തിൽ തനിക്ക് ഭയമുണ്ടായിരുന്നു, ഏത് തരത്തിലുള്ള തന്നെ അപായപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം ഉണ്ടായി. ഒപ്പം തന്നെ തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ആശങ്കയുണ്ടായിരുന്നു. തങ്ങളുടെ കുട്ടികളുടെ ജീവിതം, കുട്ടികളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്ക നിലനിന്നുകൊണ്ടാണ് അന്ന് പരാതി ഉന്നയിക്കാതിരുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പരാതികൾ പോലീസിനുമായി ബന്ധപ്പെടാനും പരാതികളുമായി മുന്നോട്ട് പോകാനുമുള്ള ധൈര്യം ലഭിച്ചിരിക്കുകയാണ്. ഇനി സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ
ഒന്നും തന്നെ ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ് താൻ പരാതിയുമായി മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നത്, നിയമ നടപടികളായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. വിശദമായ മൊഴിയാണ് 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾക്ക് ഇന്നലെ താൻ നൽകിയത്. ഏത് തരത്തിലുള്ള തെളിവുകളും നൽകാൻ താൻ തയ്യാറാണ്. ഈ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ഇവരുമായി ഫോൺ സംഭാഷണം അടക്കമുള്ള മെസ്സേജുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും ഈ പരാതിക്കാരിയായ നടി പറയുന്നുണ്ട്. ഒപ്പം ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് തന്റെ സഹപ്രവർത്തകരായ ചിലരോട് താൻ ഈ കാലഘട്ടത്തിൽ തന്നെ, അതായത് 11 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരും ഈ അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെയും വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്യും. ഒപ്പം 2011 കാലഘട്ടത്തിൽ ഒരു മാധ്യമത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു റിപ്പോർട്ട് വരികയും ചെയ്തതാണ്. ഈ കാര്യങ്ങളൊക്കെ തെളിവായി സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലുള്ള സഹകരണവും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊന്നും തന്നെ സിനിമാ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് തന്റെ ഭാഗത്തുനിന്ന് ഈ പരാതിയായി ഉയരുന്നു വരികയും ചെയ്യുന്നതെന്നാണ് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മുകേഷിന്റെ രാജി വേണമെന്ന് അവർ ആവർത്തിക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുകയും ചെയ്തു. രാഷ്ട്രീയ കേരളവും ചർച്ച ചെയ്യുന്ന വലിയ ഒരു സംഭവ വികാസമായിട്ട് മുകേഷ് ഉൾപ്പെട്ട ഈ ഒരു ബലാത്സംഗ കുറ്റം, സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അതിക്രമ കുറ്റം ചർച്ചയാകുകയും ചെയ്യും എന്നാണ് വിലയിരുത്താനാവുക. മണിയമ്പിള്ള രാജു ഡാ തടിയ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ മോശമായിട്ട് പെരുമാറി. ഇടവേള ബാബു അമ്മയിൽ അംഗത്വം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചുവെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നടന്മാർക്കെതിരെ കൃത്യമായി ലൈംഗിക അതിക്രമം, ബലാത്സംഗ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള പരാതി പ്രൊഡക്ഷൻ കൺട്രോളറായ 2 പേർ, വിച്ചു ഒപ്പം നോബിൾ, ഇവരും ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ള പരാതി ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഈ പരാതിയിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനം മുകേഷ് MLA ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നത് തന്നെയാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യം ശക്തമായി കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണ് മുകേഷ് MLAയുടെ വസതിക്ക് മുന്നിൽ, തിരുവനന്തപുരത്തെ വസതിക്ക് മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നതിനൊപ്പം മുകേഷ് തിരുവനന്തപുരത്തും കൊല്ലത്തും അദ്ദേഹം ഇല്ല എന്നുള്ള വിശദാംശങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ലൈംഗിക ആരോപണ കേസിൽ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യ നടപടികളുമായി ബന്ധപ്പെട്ട മുകേഷ് അടക്കമുള്ളവർ മുന്നോട്ട് പോവുകയാണ്. രശ്മി, കേൾക്കാമെങ്കിൽ ഈ വലിയ പ്രതിഷേധം ശക്തമായ ഘട്ടത്തിലാണ് ഇപ്പോൾ വസതിക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഞാനുള്ളത് കുമാരപുരത്തെ മുകേഷിന്റെ വസതിക്ക് മുന്നിലാണ്, മാധവം വസതിക്ക് മുന്നിലാണ്. ഇവിടെ പോലീസിന്റെ കൂടുതൽ സുരക്ഷ ഉൾപ്പെടെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സുരക്ഷ മുകേഷ് ആവശ്യപ്പെട്ട ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ പ്രതിഷേധ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുമാണ് ഇത്തരത്തിൽ കൂടുതൽ സുരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ മുകേഷ് ഉണ്ടോ എന്നതിൽ ഒരു കൃത്യമായൊരു വ്യക്തതയില്ല. ഇവിടെ നേരത്തെ ഒരു കെയർ ടേക്കർ ആയിട്ടുള്ള ആൾ പുറത്തേക്ക് വന്നിരുന്നു. അയാളോട് മുകേഷ് ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം തിരക്കിയപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് അയാളിൽ നിന്നും ലഭിച്ചത്. പക്ഷേ മുകേഷിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അദ്ദേഹം ഉടൻ തന്നെ പ്രതികരിക്കും, അതായത് ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കും. വിദഗ്ധോപദേശം, നിയമോപദേശം ഒക്കെ തേടിയതിന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതാണ് ആ ഒരു സുഹൃത്തുക്കളിൽ നിന്നുൾപ്പെടെ അറിയാൻ കഴിഞ്ഞൊരു കാര്യം. 8 മണി മുതൽ തിരുവനന്തപുരത്ത് ഈ മാധവം വീടിന് മുന്നിലാണ് നമ്മൾ ഉള്ളത്. മാധ്യമപ്രവർത്തകരടക്കം ഇതിനു മുന്നിൽ കാത്തു നിൽക്കുകയാണ്. ഇതിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. ഒരു കെയർ ടേക്കർ ആയിട്ടുള്ള ആളാണ് പുറത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ മുകേഷ് ഇല്ല എന്നുള്ളൊരു കാര്യം അറിയിച്ചു. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, MLA ആണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു പ്രതികരണം നടത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഒളിച്ചോടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുഹൃത്തുക്കളിൽ ചിലരാണ് ഈ ഒരു പ്രതികരിക്കുമെന്നുള്ളൊരു കാര്യം അറിയിച്ചത്. പലതവണ മുകേഷിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഒരിക്കൽ പോലും അദ്ദേഹം ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ഫോൺ എടുക്കാനോ എന്തെങ്കിലും കാര്യം പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല. ഏതായാലും ഈ ഒരു മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തുടക്കം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു, CPM സ്വീകരിച്ചിരുന്നു. ഒടുവിൽ യാതൊരു നിർവാഹവും ഇല്ലാതെ വന്നതോടുകൂടിയാണ് ഒടുവിൽ ഈ കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴും ഈ സ്ഥാനം രാജിവെക്കണം, MLA സ്ഥാനം മുകേഷ് രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം വളരെ ശക്തമായി രശ്മി, അല്പസമയം മുമ്പ് LDF കൺവീനർ EPJ രാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ, ഈ ലൈംഗിക ആരോപണ പരാതിയിൽ കൃത്യമായ കേസെടുത്തിട്ടുണ്ടല്ലോ, MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള പ്രതിഷേധം ആവശ്യം ഉയരുകയാണല്ലോ എന്ന ചോദ്യത്തോട് അദ്ദേഹം കൃത്യമായി ഉത്തരം പറഞ്ഞില്ല. പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം CPM സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടില്ല എന്നുള്ള സൂചനകളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നൽകുന്നത്. ഒപ്പം
ശക്തമായ പ്രതിഷേധം തന്നെയാണ് BJP-യുടെ ഭാഗത്തു നിന്നും മറ്റ് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നടക്കമുണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അതിശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നും ആ വസതിക്ക് മുന്നിലേക്ക് പ്രതിഷേധ സമരങ്ങൾ നടത്താൻ തന്നെയാണോ വിവിധ സംഘടനകളുടെ തീരുമാനവും? സുരേഷ്, അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വസതിക്ക് മുന്നിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയത്. നമ്മൾ 8 മണിയോടുകൂടിയാണ് ഇവിടേക്ക് വന്നത്. ആ ഒരു സാഹചര്യത്തിൽ വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അല്പസമയം മുൻപ് ഒരു ബസ്സിൽ കൂടി കൂടുതൽ പോലീസുകാർ ഈ മെഡിക്കൽ കോളേജ് അവിടെ നിന്നും ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇത്രത്തോളം പോലീസുകാർ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഈ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു കൂടുതൽ പോലീസുകാർ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല മുകേഷ് ആവശ്യപ്പെട്ടത് പ്രകാരം കൂടിയാണ്. അപ്പം നേരത്തെ പറഞ്ഞു തീർത്തത് ഈ മുകേഷിനെ CPM സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സർക്കാരിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്, നേരത്തെയും ഈ MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കെതിരെ ആരോപണം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ അന്വേഷണം നേരിട്ടു, ഒരിക്കലും ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നില്ല എന്നുള്ളതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. മുകേഷും ഈ അന്വേഷണം നേരിടട്ടെ, അതിന് ഈ സ്ഥാനം MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് മുകേഷ് പറയുന്ന സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. CPM-ന്റെ നിലപാട് ഇത് തന്നെയാണ്. തുടക്കം മുതൽ തന്നെ നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റി സമർപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. ആ വർഷങ്ങൾ ഇത്രത്തോളം പിന്നിട്ട് അത്രയും വർഷം ഈ ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് പോലും പല പ്രമുഖരെയും സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്തും പ്രമുഖരുടെ പേര് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 96-ാമത്തെ പാരഗ്രാഫിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡികകൾ, ഇത് മനഃപൂർവ്വം സർക്കാർ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഇല്ലാതിരുന്നിട്ട് കൂടി ആ ഖണ്ഡികകൾ ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചത് പോലും ഈ പ്രമുഖരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും മുകേഷിന്റെ രാജി ആവശ്യം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. BJP അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്, യുവജന സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്, പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും മുകേഷ് രാജിവെക്കണം, ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, മാറി നിന്ന് അന്വേഷണം നേരിടണം എന്നുള്ളതാണ് പരക്കെ ഉയർന്നു വരുന്നൊരു ആവശ്യം. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. മാത്രമല്ല മുൻപ് പലതവണയും മുകേഷിനെതിരെ ഈ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഇത്തരത്തിൽ നിരന്തരം ഈ രീതിയിലുള്ള ഒരു അതിക്രമം കാട്ടിയിരുന്നു എന്നതടക്കമുള്ള പരാതികൾ നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ അന്നത്തെ ആ പരാതിയും നിലവിൽ സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു പരാതിയല്ല, ഒന്നിലധികം നടികളാണ് ഈ ഒരു മുകേഷ് MLA-ക്കെതിരെ ഈ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് മുകേഷിനെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ഒരു അല്പസമയം മുമ്പ് ഈ പരാതി നൽകിയ നടിയും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്, മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ജനപ്രതിനിധികൾ ഒരിക്കലും ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പാടില്ല. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അദ്ദേഹം രാജിവെച്ചൊഴിയണമെന്ന് പറയുമ്പോഴും CPM നേതൃത്വം അദ്ദേഹത്തെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോപണം അത് പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമ്പോഴാണ്. നേരത്തെ രശ്മി പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു പരാതിയും ആരോപണം ഉണ്ടാകുന്നത്. നിരന്തരം അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള പരാതികളും ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടായ ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും സംരക്ഷിച്ചു നിർത്തിയവർ എന്തുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് CPI അടക്കം ആനിരാജ്യ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിൻ്റെ രാജി അനിവാര്യമാണ് എന്നുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. എന്നിട്ടും CPM എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യത്തിനാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉത്തരം കിട്ടാതിരിക്കുന്നത്. ഒപ്പം മുകേഷ് എവിടെയാണ്, തിരുവനന്തപുരത്തില്ല, കൊല്ലത്തില്ല എന്നുള്ള ചോദ്യത്തിനും CPM നേതൃത്വം തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് എന്നുള്ള സംശയവും ഇപ്പോൾ ബലപ്പെടുകയാണല്ലേ? തീർച്ചയായും ആ സംശയം ബലപ്പെടുകയാണ്. കൊല്ലത്തെ വീട്ടിലില്ല മുകേഷ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി നൽകാൻ കഴിയുന്നില്ല. കാരണം രാവിലെ നമ്മൾ 8 മണിയോടുകൂടിയാണ് ഈ വസതിക്ക് മുന്നിൽ എത്തിയത്. ഈ മാധവം വീടിന് മുന്നിൽ, കുമാരപുരത്തെ മാധവം വീടിന് മുന്നിൽ എത്തിയത് രാവിലെ ഒരു 8 മണിയോടുകൂടിയാണ്. ആ സമയം മുതൽ ആരെങ്കിലും പുറത്തേക്ക് വരികയോ ഇവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ലെങ്കിൽ പ്രതികരിക്കുമെന്നോ അത്തരത്തിൽ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. കുറച്ച് സമയത്തിന് ശേഷമാണ് ഒരു കെയർ ടേക്കർ ആയിട്ടുള്ള ആൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. മുകേഷ് ഇവിടെ ഇല്ല എന്നുള്ളൊരു മറുപടി പറഞ്ഞതിന് ശേഷം അയാൾ ഇവിടെ നിന്നും പോവുകയായിരുന്നു. ഈ കൊച്ചിയിലുണ്ട് എന്നുള്ളൊരു സൂചനയൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളിൽ നിന്നും ഇന്ന് തന്നെ മുകേഷ് പ്രതികരിക്കും. അത് നിയമ ഉപദേശം നേടിയതിനു ശേഷമായിരിക്കും ഒരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും
ഉണ്ടാകുന്നത്. ഏതായാലും മുകേഷിനെ സംരക്ഷിക്കുന്നു സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ CPI ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കി, ആനി രാജ ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കി മുകേഷിന്റെ രാജി ആവശ്യമാണ്, അനിവാര്യമാണ് എന്നുള്ളത് വ്യക്തമാക്കി നിലപാടെടുത്ത് വന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. ഏതായാലും മുകേഷ് ഈ ഒരു സമയം ഇത്രത്തോളം സമയമായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇവിടെ ഉണ്ട് എന്നുള്ളതിലും ഒരു കൃത്യമായ വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഏതായാലും ഇന്ന് തന്നെ പ്രതികരിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്നുൾപ്പെടെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. സുരേഷ്.